പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ രക്ഷിതാവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവവചനത്തിനായി കൂടുവാൻ കർത്താവ് നൽകിയ വിലയേറെ സാവകാശനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പാടുന്നത് പോലെ ആഴമായി നനപ്പവർക്ക് അത്യഗാധവും ഏഴകൾക്ക് ഏകിടുന്നു ദിവ്യബോധമേ എന്നാണ്. ആഴമായി നമ്മൾ പഠിക്കുന്നവർക്ക് അങ്ങനെ ആഴത്തിൽ മുങ്ങിത്തപ്പിയെടുക്കാനുള്ള മുത്തുകളും അല്ല, ഇനി കരയ്ക്കിരുന്ന് ചൂണ്ടയിടാനാണെങ്കിൽ, അല്ല ചെറിയ വെള്ളത്തിൽ പോയി പിടിക്കുവാനാണെങ്കിൽ അതിനു പാകത്തിനുള്ള ഏഴകൾക്കുമുള്ള എല്ലാ ദിവ്യബോധവും ഒരു മനുഷ്യനെ ദൈവികമായ സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും വഴി നടത്തുവാൻ ആവശ്യമായ എല്ലാ നന്മകളും നിറഞ്ഞതാണ് തിരുവചനം. ആ തിരുവചനത്തിൽ നമുക്ക് രസിക്കാം, അതിൽ നമുക്ക് പ്രമോദിക്കാം, സന്തോഷിക്കാം. അത് നമ്മുടെ ജീവനാഹാരമായിട്ട് ഭവിക്കട്ടെ. ഈ പഠനം മൂലവും പഠനവും അതിന് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പഠനത്തിലേക്ക് നമുക്ക് വരാം. എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠനാണ്. അവിടുന്ന് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്നോടുകൂടെ പറയാം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. മൂന്നാം അധ്യായത്തിൽ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ പോർഷനിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്നുള്ള ആ പോർഷനിൽ ഒരു മുന്നറിയിപ്പ് നമ്മൾ കണ്ടു. രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ. അതുപോലെ തന്നെ മൂന്നാമത് മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മുന്നറിയിപ്പ് പറയുകയാണ്. അതെന്താണ്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം അനുസരിക്കാത്തവർക്ക് ശിക്ഷ ലഭിച്ചുവെങ്കിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവ് മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ അല്ലെങ്കിൽ ആ നിത്യരക്ഷയെ അവഗണിക്കുന്നവർക്ക് ശിക്ഷ ഒഴിഞ്ഞു പോകാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അതുപോലെ തന്നെ മോശയേക്കാൾ അതിശ്രേഷ്ഠനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അവഗണിച്ചാൽ മോശയുടെ വചനങ്ങൾ അല്ലെങ്കിൽ മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്ത വചനങ്ങൾ അവഗണിച്ചവർ, അവർക്ക് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച നമ്മളത് ചിന്തിച്ചത്. 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ്? ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ പോലെയും അസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവം എന്ത് പറഞ്ഞു? അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അപ്പോൾ നമ്മളത് കണ്ടു. 2 ഭേദഭാഗങ്ങളാണ് ഈ 95-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ആ 95-ാം സങ്കീർത്തനമാണ് ലേഖനകർത്താവ് 3-8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പുറപ്പാട് ദിവസം 17-ാം അധ്യായവും പിന്നെ എവിടുന്ന പുറപ്പാട് 17-ൽ എന്താ സംഭവം? രഫീദീമിൽ വെച്ച് അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ അവിശ്വാസത്തോടുകൂടെ സംസാരിച്ചു, കലഹിച്ചു, മത്സരിച്ചു. അതാണ് അവരുടെ കുറ്റം. കലഹവും മത്സരവും എന്തിൽ നിന്നും ഉത്ഭവിച്ചതാ? ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്? പാപങ്ങളെല്ലാം ഏതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അവിശ്വാസത്തിൽ നിന്നാണ്. രണ്ടാമത്തെ പോർഷൻ ഏതാ? സംഖ്യാപുസ്തകം 13-ഉം 14-ഉം അധ്യായങ്ങൾ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വായിക്കണം. വായിച്ചാൽ അത് പതിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എളുപ്പമായി തോന്നുകയും പിന്നീട് മറന്നു പോവുകയും ചെയ്യും. അതാണല്ലോ പിശാച് ചെയ്യുന്ന പരിപാടി. അവൻ കിളിയായിട്ട് വരും. ആരായിട്ട് വരും? പക്ഷിയായിട്ട് വരും. അല്ലേ? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? കൊത്തിക്കൊണ്ടുപോകും. ആരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞ ഉപമയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് ആ വിത്തിനെ നമ്മൾ നല്ല നിലത്ത് എന്ത് ചെയ്യണം? വീഴ്ത്തി അതിനെ നല്ല വേര് താഴത്തേക്ക് പിടിപ്പിച്ച് വളർത്തിയെടുക്കണം. അതിന് നമ്മളൊരു അല്പം ഒരു എഫേർട്ട് കൊടുക്കണം. അല്ലേ? കൃഷി ചെയ്യുന്നവർക്കറിയാം. ഞങ്ങളൊക്കെ ബേസിക്കലി കൃഷിക്കാരാണ്. അപ്പോൾ നമ്മളതിനൊരു ചെറിയൊരു എഫേർട്ട്
കൊടുക്കണം. വീട്ടിൽ പോയി വായിക്കണം. 13-14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് ഈ പറഞ്ഞത്, എൻ്റെ ക്രോധത്തിൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അത് എന്താ അങ്ങനെ ക്രോധം വരാൻ കാരണം? എന്താണ് കാരണം? കാദേശ് ബർന്നയിൽ നിന്ന് എന്ത് ചെയ്തു? ദേശം ഒറ്റുനോക്കാനായിട്ട് 12 പേരെ അയച്ചു. 12 പേര് മടങ്ങി വന്നു. 10 പേരെന്ത് പറഞ്ഞു? ദുർവർത്തമാനം പറഞ്ഞു. ദുർവർത്തമാനം ഈ ജനമെല്ലാം എന്ത് ചെയ്തു? ദുർവർത്തമാനം വിശ്വസിച്ചു. 2 പേരെന്ത് പറഞ്ഞു? സദ്വർത്തമാനം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? സംസാരിച്ചു. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ദൈവം പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷേ ആ 2 പേര് പറഞ്ഞത് അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവർ 2 പേര് പറഞ്ഞ സദ്വർത്തമാനം അവിശ്വസിക്കുകയും 10 പേർ പറഞ്ഞ ദുർവർത്തമാനം വിശ്വസിക്കുകയും ചെയ്തു. അതാണ് ദൈവത്തിന് ക്രോധം ജനിക്കാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, 40 ദിവസം കൊണ്ട് ഒറ്റുനോക്കി വന്നതനുസരിച്ച് ഒരു ദിവസത്തിന് 1 വർഷം എന്ന പോലെ 40 ദിവസത്തിന് 40 വർഷം നിങ്ങളെൻ്റെ അകൽച്ച അറിയും. അപ്പോൾ പിന്നീട് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളുടെയും കാരണമെന്ന് പറയുന്നത് ഈ അവിശ്വാസമാണ്. അവിശ്വാസമാണ് പാപങ്ങളുടെ മൂലകാരണം. അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവിശ്വാസമാണ്. അവിശ്വാസമാണ് അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് തടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 1-2 പ്രായോഗികമായ ചിന്തകൾ അതിൽ നിന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ദൈവത്തെ അവിശ്വസിക്കാനൊരു കാരണം അല്ല. റിഫീദീമിൽ വന്നപ്പോൾ അവർക്ക് എന്തില്ല? കുടിക്കാൻ വെള്ളമില്ല. ഉടനെ ദൈവത്തെ എന്ത് ചെയ്യുക? അവിശ്വസിക്കുകയാണ്. ഇനി വെള്ളം കിട്ടുകയില്ല, ഇനി എന്ത് സംഭവിക്കും? അവിടെ പറയുന്നത് എന്താ? ഞങ്ങൾ മരിച്ചു പോകും. മരിക്കുമോ? ഇല്ല. അത് പറയേണ്ട ആവശ്യമില്ല. മരിക്കാൻ വേണ്ടിയല്ല ദൈവം കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ അധികായന്മാരുണ്ട്. എവിടെ? കനാൻ ദേശത്ത് അധികായന്മാരുണ്ട്, മല്ലന്മാരുണ്ട്. അനാക്യ മല്ലന്മാരെ ഞങ്ങൾ കണ്ടു. ഈ 10 പേര് പറയുന്നതാ. അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളികളെ പോലെ ആയിരുന്നു. അങ്ങനെ അവർക്ക് തോന്നിയെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? അവർക്ക് അങ്ങനെ തോന്നിയെന്ന് ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായേ? അവർക്ക് അങ്ങനെ തോന്നിയെന്ന് ഇവർക്ക് തോന്നി. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല ദൈവികമായ കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പല തോന്നലുകളാണ്. നാളെ ഇത് നടക്കുകയില്ല, അല്ലെങ്കിൽ ഇനി സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ തോന്നലുകളാണ്. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ഈ തോന്നലുകളാണ്. അവർക്കെന്ത് തോന്നും? അവർക്കെന്ത് തോന്നിയാൽ എന്താ? അവർക്കെന്ത് തോന്നിക്കോട്ടെ. നീ വിശ്വസിക്കുന്നത്, നീ ആശ്രയിക്കുന്നത് ആരില്ല? വിശ്വാസത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? ഒന്ന് പറയാമോ? എബ്രായലേഖനത്തിലുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ച ദൈവവചനത്തിൻ്റെയും നിങ്ങൾ മനസ്സിലാക്കിയ, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെയും പ്രായോഗികതയിലേക്കൊന്ന് ചേർത്ത് വെച്ചൊന്ന് ഡിഫൈൻ ചെയ്യാമോ? ഒരു നിർവചനം പറയാമോ ആർക്കെങ്കിലും? എന്താണ് വിശ്വാസം? ദൈവത്തിലുള്ള ആശ്രയം. ശരിയാ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? ദൈവത്തിൻ്റെ ആ സ്വഭാവ ഗുണങ്ങളൊന്ന് ചേർത്തൊന്ന് പറഞ്ഞ്, ഒരു തിയോളജിക്കലായിട്ടൊന്ന് ചേർത്ത്, ഒരു പ്രായോഗികതയും കൂടെ ചേർത്ത് പറഞ്ഞ്, അതാണല്ലോ നമ്മുടെ എങ്ങനെയുള്ള ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? വിശ്വസ്തനാണ്, സർവശക്തനായ. നമ്മൾ ഇത്രയും വർഷങ്ങൾ നമ്മൾ പഠിച്ചും ജീവിതത്തിൽ അനുഭവിച്ചും വന്ന കാര്യം. 91 സങ്കീർത്തനം എന്നെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. പല വാക്കുകളും നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ അനുഭവം കൊണ്ടും നമ്മൾ പഠിച്ച വചനം കൊണ്ടാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടല്ലല്ലോ എല്ലാം മനസ്സിലാക്കുന്നത്. 91 സങ്കീർത്തനം പറയുന്നത് എന്താ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കും, സർവശക്തൻ്റെ. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ സോവറിൻ അല്ലേ, പരമാധികാരിയായ. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഫെയ്ത്ത് ഈസ് ദ ട്രസ്റ്റ് that which we put in God's sovereignty and omnipotence. ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും നമ്മൾ വയ്ക്കുന്ന ആശ്രയമാണെന്ത്? നമ്മൾ വയ്ക്കുന്ന ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അത്യുന്നതൻ. എന്താ? സോവറിനായിട്ടുള്ള ദൈവം. അവിടെ സർവശക്തൻ.
ഒംനിപ്പൊട്ടൻ്റായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അവിടെ രണ്ടുപേര് ചെയ്തതാ. അവർ നോക്കുമ്പോൾ അനാക്യമല്ലന്മാരും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യത്തിൽ അവർ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചേ? ഈ അനാക്യമല്ലന്മാരെ തോൽപ്പിച്ച് അവരുടെ ദേശം ഞങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. രണ്ട്, ഇത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹി ഈസ് സോവറിൻ. അവൻ പരമാധികാരിയാണ്. അവൻ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തമാണ്. അവൻ്റെ പരമാധികാരത്തിൽ അവൻ്റെ ഇഷ്ടത്തിൽപ്പെടുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഞാൻ കാണുന്നതല്ല എൻ്റെ ദൈവം കാണുന്നത്. അങ്ങനെ വേണം വിശ്വസിക്കാനായിട്ട്, എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിശ്വസിക്കാനായിട്ട്. ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ വിശ്വസിക്കാതെ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അവർ ഹൃദയത്തെ എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുണ്ടായി. അവർ ദൈവത്തിൻ്റെ വഴികൾ അറിയാതിരുന്നു. പിശാച് വന്ന് ഈ ഏദൻ തോട്ടത്തിൽ അതാ സംഭവിച്ചത്. പിശാച് വന്ന് പറയുമ്പം എങ്ങോട്ട് നോക്കുന്നില്ല, ഈ സർവശക്തനും പരമാധികാരിയുമായ ദൈവത്തിങ്കിലേക്ക് നോക്കാതെ പിന്നെ എവിടേക്കാണ് നോക്കുന്നത്? പഴത്തിലേക്കാണ് നോക്കുന്നത്. പഴത്തിലേക്കാണ് പിന്നെ ശ്രദ്ധ. സ്ത്രീ നോക്കി പഴത്തിലേക്കാണ് നോക്കുന്നത്. പിശാച് ചെയ്യുന്ന കാര്യം അതാണ്. അവർ ഈ ഇസ്രായേൽ മക്കളെ എവിടേക്കാണ് നോക്കിയത്? 10 പേരെ എവിടേക്കാണ് നോക്കിയത്? മല്ലന്മാരുടെ ഉയരം, അവരുടെ നെഞ്ചളവ്, എന്തൊക്കെയോ, അവർ 6 പാക്കാന്നോ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അവരുടെ മുമ്പിൽ വെറും കിട്ടുകയില്ല, രക്ഷയില്ല ഇനി. അപ്പം അത് ദൈവത്തിൻ്റെ പരമാധികാരത്തെയും സർവശക്തിയെയും അവിശ്വസിക്കുന്നതാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ അവിശ്വാസമാണ് അവരെ മത്സരത്തിലേക്കും പിറുപിറുപ്പിലേക്കും വിഗ്രഹാരാധനയിലേക്കും ദുർമോഹത്തിലേക്കും പല പല പാപങ്ങളിലേക്കും കൊണ്ടെത്തിച്ചത്. ഇവിടെ നിന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്ന ഞാൻ ഈ 2025 ആരംഭത്തിലെ മാസത്തിൽ നമ്മൾ സംസാരിക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുക എന്ന് വിചാരിക്കുക, ജോൺസോരം വീണു, പുള്ളി അടകൂടത്തിൽ അകപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതിനെങ്ങനെയാണ് വിവേചിക്കേണ്ടേ? പിശാച് പുള്ളിനെ വീഴ്ത്തി, അത് ശരിയായിരിക്കാം. പക്ഷേ നേരത്തെ എന്ത് സംഭവിച്ചു? അവിശ്വാസം. ഞാനിതൊക്കെ പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വചനത്തിലെ അനേക സത്യങ്ങളിൽ എനിക്ക് അവിശ്വാസം വന്നു തുടങ്ങി. ഞാൻ പറയുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് എന്തില്ല? വിശ്വാസം ഇല്ല. ഒരു ഉദാഹരണം പറയാം. നമ്മൾ 1 തെസ്സലോനിക്കർ 2:13 വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. എന്ത്? വചനം. അതിൻ്റെ ആരംഭം. ആ വചനമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. മോനെ ഒന്ന് വായിക്കാമോ? 1 തെസ്സലോനിക്കർ 2:13. അപ്പോൾ ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി ഞങ്ങൾ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായിട്ട് ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അത് വിശ്വസിക്കുന്ന നിങ്ങളിൽ എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പുസ്തകത്തിലെ ഓരോ വചനങ്ങൾ, ഓരോ വാക്യങ്ങൾ, ഓരോ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? വ്യാപരിച്ച് ഏതിനെതിരെയാണോ വചനം എഴുതിയിരിക്കുന്നത്, ഏത് പാപത്തിന്, തിന്മയ്ക്ക്, അധാർമികതയ്ക്കെതിരെയാണോ അതിൽ നിന്ന് നമ്മെ വിടുവിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യത്? വ്യാപരിക്കും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന വചനം കേൾക്കുമ്പോൾ എന്ത് 21-ാം നൂറ്റാണ്ടിൽ മണ്ടത്തരം പറയുന്നത്. അതൊക്കെ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ചില സമയത്തൊക്കെ ആവശ്യമായിട്ട് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആ വചനം നമ്മൾ എന്ത് ചെയ്യില്ല? വ്യാപരിക്കുകയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞേ, ഞാൻ വീണു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ്. എന്ത്? നേരത്തെ മുതൽ ഈ ദൈവം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത്. ഇന്ന് വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത്?
കഠിനമാക്കരുത്. എനിക്ക് അതിലേതെങ്കിലും വചനങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ അതെൻ്റെ കുഴപ്പം മാത്രമാണ്. നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഈ വചനം വിശ്വസിക്കുന്നത്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ടല്ലേ. സയൻറ്റിഫിക്കായിട്ടും ഹിസ്റ്റോറിക്കലി അതുപോലെ പ്രോഫറ്റിക്കലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വചനം വിശ്വസിക്കുന്നത്. വെറുതെ കണ്ണുമടച്ച് വിശ്വസിക്കുകയാണോ? അല്ല, ഒരു റീസണിങ് ഉണ്ട്, ഒരു കാര്യകാരണത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പുസ്തകം നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ഉള്ള വിശ്വാസത്തെ നമ്മൾ എന്താ പറയുന്നത്? റീസണിങ് ഇല്ലാത്ത വിശ്വാസത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? അന്ധവിശ്വാസം. നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല. ബൈബിൾ അത് പറയുന്നുമില്ല. ബൈബിൾ അത് പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വാക്കോ വചനമോ നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിനാൽ ദൈവത്തെയോ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കാൻ ഒരു കാരണമേ അല്ല. രഫീദീമിൽ വെള്ളമില്ല എന്ന് വിചാരിച്ച്, ഞാൻ കാണുന്ന ആളുകൾ എന്നെ കൊല്ലുമെന്നുള്ള ഭയം എന്നിൽ ഉത്ഭവിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന അവൻ്റെ പരമാധികാരത്തെയും സർവശക്തിയെയും ഞാൻ എന്ത് ചെയ്യുക? ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അവിശ്വാസത്തെ അല്ലെങ്കിൽ അവിശ്വസിക്കുന്നവരെ സഹായിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. ഇംഗ്ലണ്ടിൽ ഒരിക്കൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ട്, അദ്ദേഹം ഒരു എത്തിയിസ്റ്റാണ്, ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ വിശ്വാസികളാണല്ലോ, അപ്പോൾ നിങ്ങൾ പറയുന്ന ദൈവമാണ് എല്ലാറ്റിൻ്റെയും കാരണഭൂതൻ, ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നന്മയും തിന്മയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ കുഴപ്പങ്ങളുടെ, പാപത്തിൻ്റെ, തിന്മയുടെയും കാരണം ദൈവമാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി അവിടെ കൈ ഉയർത്തി. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാ കൈ ഉയർത്തി? അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എനിക്കൊരു ചോദ്യമുണ്ട്. നീ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദൈവമേ സാറേ, വെളിച്ചമുണ്ടോ? വെളിച്ചമുണ്ടല്ലോ, നമ്മളിപ്പോൾ വെളിച്ചത്തിനാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഇരുട്ടുണ്ടോ? ഈസ് ദർ ഡാർക്ക്നെസ്? പറഞ്ഞു, വൈ നോട്ട്, ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് പറഞ്ഞു, ഇല്ല, ഇരുട്ടെന്ന് പറയുന്നൊരു പ്രതിഭാസം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഞാനല്ലേ നിങ്ങളുടെ ടീച്ചർ, പ്രൊഫസർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, darkness is the complete absence of light. സമ്പൂർണമായും വെളിച്ചത്തിൻ്റെ അഭാവമാണെന്ത്? ഇരുട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വെളിച്ചമുണ്ട്, ഇരുട്ട് കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതേസമയം ഇരുട്ടുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? വെളിച്ചം. അത് കത്തിച്ചാൽ മതി. വെളിച്ചമുള്ളയിടത്തേക്ക്, അത് വചനത്തിലുണ്ട്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്താണ്? ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ചില വാക്യങ്ങൾ ഒന്ന് നോക്കാം നമുക്ക്. എവിടെയാ വാക്യം? യോഹന്നാൻ സുവിശേഷമല്ലേ? കൺഫ്യൂഷനുള്ളത് അപ്പം തന്നെ നോക്കണം. എവിടെയാ? 1 അതല്ല, 5. ഓക്കെ, താങ്ക് യു. വെളിച്ചം ഇരുളിൽ, വെളിച്ചത്തിൽ ഇരുള് പിടിച്ചടക്കാൻ പറ്റുമോ? അത് ഒരു യാഥാർത്ഥ്യമാണ്. എന്താ പറഞ്ഞതിൻ്റെ സാരം? ഇത്രയേ ഉള്ളൂ സാരം. ദൈവം തിന്മയെന്ത് ചെയ്യുന്നില്ല, സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ആ വെളിച്ചമാകുന്ന ദൈവത്തിൽ നിന്ന് ഒരാൾ അകന്നു പോകുമ്പോൾ, അവളിൽ അവിശ്വാസം ജനിക്കുമ്പോൾ, വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇരുട്ടിലേക്കാണ്. അത് സ്വാഭാവികമാണ്. റോമാലേഖനം 1-ാം അധ്യായം അതാ പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ നോക്കണേ. എന്താണ്? ദൈവത്തെ പരിജ്ഞാനത്തിൽ
ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ പറഞ്ഞാട്ടെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം സത്യവാനാണ്. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി അവൻ്റെ പ്രവൃത്തികളാൽ വെളിപ്പെട്ടു വരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ അവൻ്റെ അദൃശ്യ ലക്ഷണം, അതായത് സർവശക്തനാണ്, പരമാധികാരിയാണ്, സർവജ്ഞാനിയാണ്, സൃഷ്ടാവാണ്, സൃഷ്ടിയല്ല എന്നൊക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടും ആ സൃഷ്ടാവിനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നമസ്കരിക്കുകയും തിന്മകളിലേക്ക് ദൈവത്തിൻ്റെ സത്യത്തെ അവർ എന്ത് ചെയ്തു? വ്യാജമാക്കി മാറ്റിക്കളയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവവും അവരെ കൈവിട്ടു, ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. കണ്ടോ, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് സത്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് പാപം. അത് ലളിതമാണ്, തത്വം ലളിതമാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ എന്തുകൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 വയസ്സിന് താഴേക്കുള്ളവരിൽ 2 പേർ ഒഴികെ ബാക്കി എല്ലാവരും എന്തുകൊണ്ട് മരുഭൂമിയിൽ പട്ടുപോയി എന്ന് ചോദിച്ചാൽ ലളിതമാണ് ഉത്തരം. 19-ാം വാക്യം, എബ്രായർ 3:19 എന്താ? അവർക്ക് അവിശ്വാസം നിമിത്തം പ്രവേശിക്കാൻ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കാരണങ്ങളുണ്ട്. പെറുപെറുപ്പ്, വിഗ്രഹാരാധന, ദുർമോഹം, പിന്നെന്താ, പരസംഗം, ഒത്തിരി ദൈവത്തെ പരീക്ഷിച്ചു, ഒത്തിരി കാരണങ്ങൾ നമ്മൾ കൊണ്ടുവരാം. പക്ഷെ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? അവിശ്വാസമാണ്. അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുകയും. പിശാച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണത്. മുന്നോട്ട് പോകാം. അതായത് ഈ കാര്യമാണ് മുന്നറിയിപ്പായിട്ട് അവിടെ നൽകി. 2-ാമത്തെ മുന്നറിയിപ്പാണ് ഈ പുസ്തകത്തിലെ, ഈ ലേഖനത്തിലെ 2-ാമത്തെ മുന്നറിയിപ്പാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം തരുന്നു എന്നുള്ളതല്ല. നമ്മൾ ഈ പ്രോസ്പെരിറ്റിക്കാരുടെ പ്രസംഗമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? കേട്ട് കാണും. നീ വിശ്വസിച്ചാൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, നീ വാലല്ല തലയാകും. അപ്പം നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് തരുമെന്ന ചിന്തയെ അല്ല വിശ്വാസം എന്ന് പറയുന്നത്. പരമാധികാരിയും സർവശക്തനുമായ ദൈവം തൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റും എന്നതാണ് വിശ്വാസം. ദൈവം പരമാധികാരിയും സർവശക്തി, നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകരുത്, പിന്നെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ആ ദൈവഹിതത്തിൻ്റെ പ്രത്യേകത അതിലെന്തുണ്ട്? നന്മയുണ്ട്, ദൈവത്തിന് പ്രസാദമുണ്ട്, പൂർണ്ണതയുണ്ട്. ആ ദൈവഹിതം നിറവേറേണ്ടതിന് എന്ത് ചെയ്യുക? മനസ്സ് പുതുക്കി രൂപാന്തരം. അതാണ് വിശ്വാസം. എൻ്റെ ദൈവം സർവശക്തനും പരമാധികാരിയുമാകിയാൽ എനിക്ക് എൻ്റെ കാലൊടിഞ്ഞെങ്കിൽ കർത്താവേ സ്തോത്രം. അതിലെന്തുണ്ട്? ഒരു നന്മയുണ്ട്. അതെൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്. അത് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് വിശ്വാസം. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോകാം. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ 4-ാമത്തെ പോയിൻ്റാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ കണ്ടത് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, 2 നമ്മൾ കണ്ടു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, 3 മോശയേക്കാൾ ശ്രേഷ്ഠൻ. ഇനി 4-ാമത് നമ്മൾ ചിന്തിക്കുന്നത് യോശുവയെക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും അതിശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവരെപ്പോലെ നാളും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന്
ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്നെ സകല പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്തു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കുകയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോവുകയാണ്. ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേത് കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിനൊരു ശബ്ദാനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നമ്മൾ വായിച്ച വേദഭാഗം 4-1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു അല്പം എന്താണ് പെട്ടെന്ന് വായനയിൽ തന്നെ നമുക്ക് ക്ലാരിറ്റി കിട്ടാതെ ഒരു കുറേ ഭാഗങ്ങളെല്ലാം ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് വേർതിരിക്കാം. സ്വസ്ഥതയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ 3-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് നമ്മൾ 7 മുതൽ വായിച്ചു. അവിടെ പറഞ്ഞ ആ സ്വസ്ഥതയുടെ ഒരു കണ്ടിന്യൂവേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ ഒരു സീക്വൻസ് അതിങ്ങനെ പറഞ്ഞ് ശരിയായ സ്വസ്ഥത എന്താണ് എന്നുള്ളതാണ്, ആ സ്വസ്ഥതയിൽ എങ്ങനെ പ്രവേശിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു 4 വിധ എളുപ്പത്തിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കതിനെ ഒന്ന് വേർതിരിച്ച് ഒരു 4 വിധ സ്വസ്ഥതകൾ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കനാൻ ദേശമാകുന്ന സ്വസ്ഥത ആണ്. കനാൻ ദേശമാകുന്ന അതാണല്ലോ അവിടെ പറഞ്ഞത്, നിങ്ങളെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ദൈവം ക്രോധത്തിൽ സത്യം ചെയ്ത് ഏതാ? കനാൻ ദേശത്ത് കടക്കുകയില്ല. ദൈവം ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. അപ്പോൾ കനാൻ ദേശമാകുന്ന സ്വസ്ഥത ഒരു ജിയോ പൊളിറ്റിക്കൽ നേഷൻ എന്ന നിലയിൽ അവർക്കൊരു ദേശം ആവശ്യമാണ്. അവരുടെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവർക്ക് എന്താവശ്യമുണ്ട്? ഒരു സ്വസ്ഥത ആവശ്യമുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമില്ല, ഒരു ദേശമില്ല. അവരുടെ പിതാക്കന്മാരോട് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദേശമാണത്. പക്ഷേ അവർ 430 വർഷം എവിടെയായിരുന്നു? മിസ്രൈമിൽ അടിമകളായിരുന്നു. അപ്പോൾ അവരുടെ വേദനകളും അവരുടെ നിലവിളികളും ഒക്കെ ദൈവം കേട്ട് ദൈവം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് അവർക്കൊരു വിശ്രാമം, ഇവിടെ സ്വസ്ഥത എന്ന വാക്ക് റെസ്റ്റ് എന്നുള്ളതാണ്, ഒരു വിശ്രാമ സ്ഥലം, ഒരു ദേശം അവർക്ക് ഒരുക്കുകയാണ്. ഒരു രാഷ്ട്രം എന്ന നിലയിലുള്ള ഒരു സ്വസ്ഥത, ഒരു വിശ്രാമം ദൈവം അവർക്ക് ഒരുക്കുകയാണ്. അതാണ് കനാൻ ദേശമാകുന്ന സ്വസ്ഥത. അപ്പോൾ അത് പറയുമ്പോൾ അതല്ല ദൈവം പറഞ്ഞ എൻ്റെ സ്വസ്ഥത എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതാണ് അവിടെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 4-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നാമും അവരെപ്പോലെ എന്നുള്ളതിനേക്കാൾ നമ്മെപ്പോലെ അവരും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവർ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇനി അതിന് 8-ാം വാക്യം, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ അപ്പോൾ കനാൻ ദേശമാണ് ഈ പറയുന്ന സ്വസ്ഥത. നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് സങ്കീർത്തനത്തിൽ കൂടെ ദാവീദ് പറഞ്ഞ ആ സ്വസ്ഥത കനാൻ ദേശമായിരുന്നു എങ്കിൽ കനാൻ ദേശം അവർക്ക് എന്ത് ചെയ്തു? കൊടുത്തു. ആര് കൊടുത്തു? യോശുവ കൊടുത്തു. നമുക്കറിയാം കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് മോശ മരിച്ചു. പിന്നീട് യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തിൽ പ്രവേശിച്ചു. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അങ്ങനെ ദേശം അവർ കൈവശമാക്കി. യോശുവ അവർക്ക് കനാൻ ദേശം വിഭാഗിച്ച് കൊടുത്തു. യോശുവയാണ് അവർക്കത് വിഭാഗിച്ചു കൊടുത്തത്. അപ്പോൾ യോശുവ കൊടുത്ത കനാൻ ദേശമാണ് സ്വസ്ഥത എങ്കിൽ അതിന് ശേഷമാണ് 500 വർഷത്തിന് ശേഷമാണ് ആര് മുഖാന്തരം പറയുന്നത്? ആര് മുഖാന്തരം? ദാവീദ് മുഖാന്തരം. നമ്മൾ വായിച്ച ഈ കൊട്ടേഷൻ ഈ ഉദ്ധരണിയുണ്ടല്ലോ 95-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് യോശുവയ്ക്കും 500 വർഷത്തിന് ശേഷം ജീവിച്ചിരുന്ന ദാവീദ് മുഖാന്തരം വീണ്ടും പറയുക, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം. അപ്പോൾ
അതല്ല സ്വസ്ഥത, അതല്ല ദൈവത്തിൻ്റെ സ്വസ്ഥത. ഇനി രണ്ടാമത്തേത് എൻ്റെ സ്വസ്ഥത. രണ്ടാമത്തെ സ്വസ്ഥത എന്നവിടെ പറഞ്ഞ് എൻ്റെ സ്വസ്ഥത. മൂന്നാം വാക്യം, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 4-ാം വാക്യം, 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അപ്പം ഈ എൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ എന്ന് പറയുന്നത് ആരുടെയാ? ഈ എൻ്റെ, ആ എൻ്റെയുടെ അടിയിൽ വരയ്ക്കണം. എല്ലായിടത്തും വരയ്ക്കരുത്, ചില വാക്കുകളുടെ അടിയിലാണ് വരയ്ക്കേണ്ടത്. അത് എൻ്റെ ആരുടെയാ? ദൈവത്തിൻ്റെ. എൻ്റെ സ്വസ്ഥതയിൽ. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞേ? അതാ പറഞ്ഞു 3-ാം വാക്യത്തിൻ്റെ നടുവിൽ നിന്ന്, ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും. ഇനി 4-ാം വാക്യം, 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറയുന്നു. അപ്പോൾ ഏതാണ് എൻ്റെ സ്വസ്ഥത? ഏതാ? 7-ാം നാൾ. ആ ദിവസമല്ല, ഒന്നുകൂടെ പറഞ്ഞാൽ ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം. അപ്പോൾ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിച്ച് തീർത്ത് ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥനായി തീർന്നു. 7-ാം ദിവസം മുഴുവനായിട്ട് നോക്കുമ്പോൾ 7 ദിവസമുണ്ട്. അതുകൊണ്ട് ആ 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥനായി തീർന്നു. അപ്പോൾ എൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ആ ദൈവം സ്വസ്ഥനായിത്തീർന്ന ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്. ആ 7-ാം ദിവസം എന്നുള്ളത് പിന്നീട് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ് എൻ്റെ സ്വസ്ഥത. ഇനി അവിടെ പറയുന്ന മറ്റൊരു സ്വസ്ഥത 9-ാമത്തെ വാക്യമാണ്. 9-ാം വാക്യം, ദൈവത്തിന്റെ ജനത്തിന് വിശ്രമത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. 10-ാം വാക്യം കൂടെ, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന്. അപ്പോൾ ഒരു ശബത്ത് മോശ മുഖാന്തരം അവരെ അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സ്വസ്ഥതയിലേക്കാണ്. അതവർക്ക് എന്ത് കിട്ടി? ഇസ്രായേൽ മക്കൾക്ക് കിട്ടി. അവിശ്വസിച്ചവർ പ്രവേശിച്ചില്ല, അവരുടെ മക്കൾ എന്ത് ചെയ്തു? പ്രവേശിച്ചു. അത് സ്വസ്ഥതയായിരുന്നുവെങ്കിൽ 500 വർഷത്തിന് ശേഷം ദാവീദ് മുഖാന്തരം എൻ്റെ സ്വസ്ഥതയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഒരു ദിവസം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല സ്വസ്ഥത, കനാൻ ദേശമല്ല സ്വസ്ഥത. 2, മറ്റൊരു സ്വസ്ഥതയെക്കുറിച്ച് പറയുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന്, അധ്വാനത്തിൽ നിന്ന് നിവർത്തനായി പ്രവേശിച്ച സ്വസ്ഥത. 3-ാമത്തെ സ്വസ്ഥത ശബത്താകുന്ന സ്വസ്ഥത. ഇസ്രായേൽ മക്കൾ ശബത്ത് കൊടുത്തു അല്ലേ? 6 ദിവസം പറഞ്ഞാട്ടെ, 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥനായിരിക്കുക. അപ്പോൾ അതെന്തിനാ അവർക്ക്? എന്തിനാ കൊടുത്തത്? ഫോർ റെസ്റ്റ്. അവർക്ക് വിശ്രാമത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, റെസ്റ്റിന് വേണ്ടി കൊടുത്തതാണ് 7-ാമത്തെ ദിവസം. പക്ഷേ നമുക്കറിയാം ആ ദിവസമാണെന്ത് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം എന്നാ? ശനിയാഴ്ചയല്ല നമ്മൾ ആചരിക്കുന്നത്, അതിലേക്ക് ഞാൻ വരും. ഇത് അതുമായിട്ട് ബന്ധമുള്ളതാണ്. സെവന്ത് ഡേക്കാരുടെ കാര്യം ഞാൻ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ ആ റെസ്റ്റ് ഡേ അല്ലെങ്കിൽ വിശ്രാമ ദിവസമാണ് നമുക്ക് ഒരു വിശ്രാമവും ഇല്ലാത്ത ദിവസം. അപ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായ സ്വസ്ഥതയ്ക്ക്, വിശ്രാമത്തിന് വേണ്ടിയ ദൈവം അത് അല്ലേ? ദൈവം അത് നന്മയ്ക്ക് വേണ്ടി. നമുക്ക് പലരും ഇപ്പോൾ പുതുതലമുറയിലുള്ള മക്കളൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയും, ഇതൊരു വലിയൊരു മുള്ളും കെട്ടാണല്ലോ, അങ്ങോട്ട് തിരിയാൻ പറ്റിയല്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റിയല്ല, അത് ചെയ്താൽ കുറ്റം, ഇത് ചെയ്താൽ കുറ്റം. അല്ല, ആണോ? മുടിയൻ പുത്രന് അങ്ങനെ തോന്നിയേ. ഈ അപ്പൻ്റെ കൂടെ ഒരു താമസം ഞാൻ വെറുത്തു. വെറുപ്പ്, ഇത് പിള്ളേരുടെ ഒരു ഭാഷ ഉണ്ടല്ലോ, എന്താ
വെറുപ്പിക്കൽ, ഒരു ഒന്നിനും പറ്റുകയില്ല. അപ്പോൾ എനിക്കെന്ത് വേണം? സ്വാതന്ത്ര്യം, ലിബറലിസം. നാശമാണ്, നാശത്തിലേക്ക് അത് പോകുന്നത്, നന്മയ്ക്കാണത്. അപ്പം അവർക്കും അങ്ങനെ തോന്നി. ഇത് ശബത്ത് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ആ ദിവസം കൂടെ പണിയെടുത്ത് 10 കാശ് വരെ 10, 500, 1000 ഒക്കെ സമ്പാദിക്കരുതോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. 6 വർഷം നീ ഭൂമിയിൽ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. 7-ാം ദിവസം അതെന്ത് ചെയ്യണം? അതിന് ആർക്ക് സ്വസ്ഥത കൊടുക്കണം? ഭൂമിക്കോ? ഇവനും സ്വസ്ഥതയില്ല, ഭൂമിക്കും സ്വസ്ഥത കൊടുക്കുകയില്ല. പക്ഷെ ദൈവം ഒരു പണി ചെയ്തു. അറിയാവോ? എടുത്ത് എറിഞ്ഞു. ഈ സ്വസ്ഥത കൊടുക്കാത്തവനെ അവിടെ നിന്ന് എന്ത് ചെയ്തു? എന്തുകൊണ്ട് യഹൂദജനം ബാബിലോണിൽ പ്രവാസത്തിൽ പോയേ? നിങ്ങൾ 2 ക്രോണിക്കൽസ് 2 ദിനവൃത്താന്ത അവസാനത്തെ അധ്യായം അവസാനത്തെ പാരഗ്രാഫ് വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭൂമിക്ക് അവർ സ്വസ്ഥത കൊടുക്കാത്തതുകൊണ്ട് ദൈവം അവരെടുത്ത് എറിഞ്ഞതാണ്. 490 വർഷം ഭൂമിക്ക് സ്വസ്ഥത കൊടുത്തില്ല. അപ്പോൾ ഒരു 7-7-49 ഒരു 70 വർഷം ദൈവം അവരെ അവിടെ നിന്ന് മാറ്റി. ഒരു കാര്യം അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. എന്താ അറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഇത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ തൃശ്ശൂരൊക്കെ എടുക്കുക എന്ന് പറഞ്ഞ പോലെ ദൈവം അങ്ങോട്ട് എടുക്കും. നമ്മൾ പിടിച്ചു പറിക്കരുത്. സ്വസ്ഥത നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും. ദൈവം സ്വസ്ഥതയ്ക്ക് അവർക്ക് കൊടുത്തത്. അപ്പം 3-ാമത്തെ സ്വസ്ഥത ശബത്താവുന്ന 7-ാം ദിന സ്വസ്ഥത. ഓക്കെ, 4-ാമത്തെ സ്വസ്ഥത ഇവിടെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ സ്വസ്ഥത ഏതാണ്? 10-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതായത് ഈ ഇസ്രായേൽ മക്കൾ അവർക്ക് ഒരു രാഷ്ട്രം എന്ന നിലയിൽ രാഷ്ട്രപരമായൊരു സ്വസ്ഥത കിട്ടി. എപ്പോൾ? യോശുവ മുഖാന്തരം അവർക്കൊരു ദേശം സ്വന്തമായി കിട്ടിയപ്പോൾ. ഇനി അവരുടെ ശാരീരികവും മാനസികവുമായ സ്വസ്ഥത അവർക്ക് ദൈവം കൊടുത്തു. ഏതിലൂടെ? ശബത്തിലൂടെ, ശബത്താചരണത്തിലൂടെ. ഓക്കെ, അപ്പം ഇത് രണ്ടും അവർക്ക് ലഭിച്ചതിന് ശേഷമാണ് ദാവീദ് മുഖാന്തരം 95-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ എന്ത് ആചരിക്കുന്നുണ്ട്? ശബത്ത് ആചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്വസ്ഥത, അതേതാ സ്വസ്ഥത? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് 10-ാമത്തെ വാക്യം, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. ഇനി ശബത്താചരണമാണ്, 7-ാം ദിവസ ആചരണമാണ് സ്വസ്ഥത എങ്കിൽ അതിനൊരു കുഴപ്പമുണ്ട്. അതിൻ്റെ കുഴപ്പം എന്താ? 6 ദിവസം വേല ചെയ്തു, 7-ാം ദിവസം സ്വസ്ഥം. അടുത്ത ദിവസം ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ യു ഹാവ് ടു വർക്ക് അഗെയിൻ. വീണ്ടും എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ പ്രത്യേകത എന്താ? ഇനി പ്രവൃത്തിയില്ല. അതവിടെ പറഞ്ഞ് 10-ാം വാക്യം. ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം. 9-ാം വാക്യം, ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അല്ലയോ യഹൂദന്മാരെ, ന്യായപ്രമാണത്തിൻ്റെ ആചരണമായ ശബത്താചരിക്കുന്നവരെ, ആ ശബത്തല്ല എൻ്റെ സ്വസ്ഥത എന്ന് ദൈവം പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്വസ്ഥത, എൻ്റെ സ്വസ്ഥത എന്ന് ദൈവം പറഞ്ഞ ഒരു സ്വസ്ഥതയുണ്ട്. ദൈവം താൻ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായതുപോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും പ്രവൃത്തികളിൽ നിന്ന് എന്തായി? പിന്നെ എന്തില്ല? പ്രവൃത്തിയില്ല, കർമ്മമില്ല. കർമ്മം ചെയ്യണ്ട. സ്വസ്ഥതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണ്ട? കർമ്മം ചെയ്യണ്ട. അപ്പോൾ ഒരു നിത്യ സ്വസ്ഥതയിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ആത്മീക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് പറഞ്ഞു മത്തായി 11:28-29, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ. കൂടെ പറയണേ, പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. നിങ്ങളുടെ ആത്മാക്കൾക്ക് റെസ്റ്റ് കിട്ടുമെന്ന്, അല്ലേ? അങ്ങനെയല്ലേ?
റെസ്റ്റ്. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. സ്വസ്ഥത, വിശ്രാമം ലഭിക്കും, നൽകും. അപ്പോൾ കിട്ടി നമുക്കത്. ദൈവത്തിൻ്റെ ജനത്തിനൊരു വിശ്രാമം, ഒരു സ്വസ്ഥത, ശബത്തനുഭവം ദൈവം ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ 4 സ്വസ്ഥതകളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 4-ന്റെ 1-2 വാക്യം ഒന്നുകൂടി വായിക്കാം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിപ്പുണ്ട്. കനാദേശമല്ല സ്വസ്ഥത. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്ന് ദൈവം പറയേണ്ട ആവശ്യം, ഇന്ന് എന്നുള്ളിടത്തോളം അവിടെ ഒരു ആ വാക്കുണ്ടല്ലോ അല്ലേ? 7-ാം വാക്യം. ഇത്ര കാലത്തിൻ്റെ ശേഷം. എത്ര കാലത്തിൻ്റെ ശേഷം? മോശ മുതൽ ദാവീദ് വരെയുള്ള കാലം, 500 വർഷത്തിന് ശേഷം. ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു, ശേഷിപ്പിക്കുന്നു. 9-ാം വാക്യത്തിൽ. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് പ്രവേശിക്കാനായിട്ട് ഒരു വിശ്രാമ കവാടം ദൈവം ചെയ്തിരിക്കുക, തുറന്നു വച്ചിരിക്കുക, ശേഷിപ്പിച്ചിരിക്കുകയാണ്. അത് ആരുടെ വിശ്രാമ, ആരുടെ സ്വസ്ഥതയാ? ഒരു രാഷ്ട്രം എന്നതിലുള്ള ഒരു ദേശം കൊടുക്കാമെന്നുള്ള ആ സ്വസ്ഥതയല്ല, ശാരീരികമായ സ്വസ്ഥതയല്ല, മറിച്ച് എന്താ? ആത്മാവിൻ്റെ സ്വസ്ഥത, ആത്മീകമായ സ്വസ്ഥത. അതാർക്കാ കിട്ടുക? ആ വാക്ക് മിസ് ചെയ്യരുത്. ആർക്കാ കിട്ടുക? അവരെന്തുകൊണ്ട് സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല? വിശ്വസിക്കായകൊണ്ട് അവിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ നിത്യസ്വസ്ഥതയിലേക്ക്, ആത്മീക സ്വസ്ഥതയിലേക്ക് ആർക്ക് പ്രവേശിക്കാം? അത് വേറെ ഒന്നുമില്ല. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അയ്യോ, ഭയപ്പെട്ടിട്ട് നമ്മൾ അത് ചെയ്യാതിരിക്കുക, ഇത് ചെയ്യാതിരിക്കുക, അത് ചെയ്യുക, ഒന്നുമില്ല. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവരെ പോലെ നാം ഒരു സത്ത് വർത്തമാനം കേട്ടവരായതുകൊണ്ട് കേട്ടത് എന്താണ് ആകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അടുത്ത ക്ലോസും കൂടെ എന്താ? വിശ്വസിച്ചവരായ നാമല്ലോ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ആരാ പ്രവേശിക്കുന്നത്? വിശ്വസിക്കുന്നവർ. ആ നിത്യസ്വസ്ഥതയിലേക്ക്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു? നമ്മളെങ്ങോട്ട് കയറി? ആ വാക്ക്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആ വാക്ക്, എൻ്റെ സ്വസ്ഥത, അവൻ്റെ സ്വസ്ഥത. 3-ാം അധ്യായം 8-ാം വാക്യം, 3-ാം അധ്യായം 18-ാം വാക്യം, 4-ാം അധ്യായം 1-ാം വാക്യം. അവൻ്റെ സ്വസ്ഥത, എൻ്റെ സ്വസ്ഥത. നമ്മൾ അങ്ങോട്ടാണ് കയറി. ഇനി നമ്മൾ ആചരിച്ച് കയറുന്ന കനാൻ ദേശമാവുന്ന സ്വസ്ഥത എന്നുണ്ടോ? എന്നും അതിൽ സ്വസ്ഥമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞോ? ഇല്ല, ഇന്നും കഴിയുന്നില്ല. അതൊരു സ്വസ്ഥതയല്ല. ശബത്താചരണം ഒരു സ്വസ്ഥതയല്ല. സെവന്ത് ഡേക്കാരോട് നമുക്ക് പറയാനായിട്ടുള്ള അതാ. കൊലോസ്യർ 2:16 വായിച്ചു മോനെ പെട്ടെന്ന്. കൊലോസ്യർ 2:16. അതുകൊണ്ട് ഭക്ഷണപാനങ്ങളെ സംബന്ധിച്ച് പെരുന്നാള്, വാവ്, ശബത്ത് ഈ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഈ വരുവാനുള്ളവരുടെ ഭക്ഷണപാനങ്ങളെ സംബന്ധിച്ച് പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റം വിധിക്കരുത്. ഇവയൊക്കെയും വരാനിരുന്നവൻ്റെ നിഴൽ മാത്രമാണ്. പിയോസ് ബൈബിളാണ് ഞാൻ ഉദ്ധരിച്ച്. അപ്പം ഇതൊക്കെ വരാനിരുന്നവൻ്റെ എന്താണ്? നിഴലാണ്. ഈ എബ്രായലേഖനം തന്നെ 10:1 വായിക്കുന്നത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. അപ്പം സാക്ഷാൽ സ്വരൂപമല്ലാത്ത നിഴലാണ് എന്ത്? ശബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥമായ ഒരു ശബത്ത് അനുഭവം ദൈവത്തിൻ്റെ ജനത്തിന്, അതായത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് കർമ്മം ഇനി ചെയ്യാൻ ആവശ്യമില്ലാതെ ഒരു കർമ്മവും ചെയ്യണ്ട. സ്തോത്രം.
ഓ എത്ര ഭാഗ്യം നമ്മൾ. സ്വസ്ഥമായില്ലേ? സ്വസ്ഥമായോ? ഇരിക്കുന്ന കണ്ടറിയാം സ്വസ്ഥതയില്ലെന്ന്. ദൈവമക്കളെ, നമ്മൾ ഹൃദയം തുറന്ന് സന്തോഷിക്കണം. നമ്മൾ ആരാധിക്കുന്ന അതുകൊണ്ടാണ്. നമ്മുടെ ആരാധനയ്ക്ക് അർത്ഥം എന്താ? കാരണം നമ്മൾ നഷ്ടമാകാത്ത ഒരു രക്ഷ, ആത്മരക്ഷ, ആത്മീക സ്വസ്ഥതയിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം താൻ തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി, പ്രവൃത്തി കഴിഞ്ഞ് നിവർത്തന, 6 ദിവസത്തെ പണി കഴിഞ്ഞ് നിവർത്തനായി നിത്യസ്വസ്ഥതയിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിച്ചു. നമ്മൾ അതുകൊണ്ട് ആരാധിക്കുന്നത്. കർമ്മം ഇനിയും വേണം എന്ന് പറയുന്നവൻ ആരാധിച്ചിട്ട് എന്ത് കാര്യം? നീ എന്തിനാ ആരാധിക്കുന്നത്? രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്ന നീ എന്തിനാ ആരാധിക്കുന്നു? 7-ാം ദിവസം ആചരിക്കണമെന്ന് പറയുന്ന നീ എന്തിനാ ആരാധിക്കുന്നു? എന്താ ആരാധനയുടെ അർത്ഥം? ആരാധനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ നിത്യസ്വസ്ഥതയിലേക്ക് ഒരു കർമ്മവും കൂടാതെ നമ്മൾ പ്രവേശിച്ചതിനാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിനല്ലേ അർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യവും, സ്നാനമോ വിശുദ്ധ ജീവിതമോ ദാനമോ സ്തോത്രകാഴ്ച ഇടുന്നതോ ആരാധനയ്ക്ക് വരുന്നതോ അപ്പം നുറുക്കുന്നതോ അല്ല സുവിശേഷ വേല ചെയ്യുന്നതോ ഒരു കാര്യവും എന്തിനല്ല? രക്ഷയ്ക്കല്ല, ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാനല്ല. അതെങ്ങനെ നമുക്ക് സാധ്യമായി? വിശ്വാസത്താൽ. എൻ്റെ സ്വസ്ഥതയിലേക്ക്, ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക്, കർത്താവ് പറഞ്ഞ ആത്മാവിലുള്ള ആശ്വാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അത് നമ്മളൊന്നും ചെയ്യാതെ. അപ്പോഴല്ലേ ആരാധന ശരിയാവുന്നത്. അങ്ങനെയുള്ളൊരു വിശ്വസിക്കുന്നവരാണ് ആരാധിക്കേണ്ടത്. അല്ലാത്തവർ ഇനി കർമ്മം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സ്നാനപ്പെട്ടിട്ടാണ് എനിക്ക് ദൈവം തന്ന രക്ഷ ഞാൻ സംരക്ഷിച്ച് ഞാൻ തന്നെ പിടിച്ചു വയ്ക്കുന്നതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന നീ എന്തിനാരാധിക്കുന്നു? ശരിയാണോ? ശരിയല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്നോട് പറയണം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഫോണിൽ വിളിക്കണം, അല്ലെങ്കിൽ നേരിട്ട് പറയണം. ഈ ലേഖന പഠനത്തിൽ സംശയം വെച്ച് പോകരുത്. അതാണ് പ്രത്യേകത, നമ്മുടെ പ്രത്യേകത. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ആ ശബത്തനുഭവം, ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ജയൻ ഡാർബി പറയുന്നത് ഈ ഭൂമിയിൽ എന്തുണ്ട്? ഒരു സ്വസ്ഥതയുടെ നാളുകൾ വരാൻ പോകുന്നു. 1000 ആണ്ട് വാഴ്ചയാവുന്ന സ്വസ്ഥത. അതുകൊണ്ട് ഇനി ഒന്നും കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, സെവന്ത് ഡേക്കാരോട് ഞങ്ങൾക്ക് പാദം പിടിച്ച് അപേക്ഷിക്കാനുള്ളത്, യേശുക്രിസ്തു ശബത്തിന് എന്ത് ചെയ്തു? നിവർത്തിച്ചു. അവൻ നിങ്ങൾ അത് ആചരിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്ക് ദൈവം ഒരു നിത്യസ്വസ്ഥത, പിന്നെ 6 ദിവസം പണിയെടുക്കുന്ന സ്വസ്ഥതയല്ല, നിത്യമായ സ്വസ്ഥതയിലേക്ക് ദൈവം പ്രവേശിപ്പിച്ചു. അത് വരാനിരുന്നതിൻ്റെ നിഴൽ മാത്രമായിരുന്നു. നിഴൽ വിടൂ, പൊരുളിനെ അംഗീകരിക്കൂ, യാഥാർത്ഥ്യബോധമുള്ളവരാകൂ. സ്തോത്രം. നമുക്ക് ദൈവം നൽകിയ വെളിച്ചത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. മാത്രമല്ല, ഈ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും, വിശ്രാമം ലഭിക്കും. നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. ആരിൽ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിച്ചു. നമ്മുടെ മനസ്സിനും എന്ത് കിട്ടി? വിശ്രാമം കിട്ടി. അതിൽ കൂടെ നമ്മുടെ ശരീരത്തിനും എന്ത് കിട്ടി? ശാരീരികമായ രക്ഷ പൂർണ്ണമാകാൻ പോകുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഒരല്പം മുമ്പ് ചിലരുമായിട്ട് സംസാരിച്ചപ്പോൾ അത് പറയുമായിരുന്നു. ഈ ദൈവവചനത്തിൽ നമുക്ക് ഒരു ആശ്വാസം കൂടെ ലഭിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ഉറങ്ങുന്നില്ലല്ലോ, അല്ലേ? ഉപബോധ മനസ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ്, ഈ ഉപബോധ മനസ്സിനെ അലട്ടുന്ന കുറേ പ്രശ്നങ്ങൾ ഉറക്കം വരെ എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിൻ്റെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ഒരാൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഓരോ വചനങ്ങൾ വിശ്വസിക്കുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിൽ മാത്രം ആശ്രയിക്കുമ്പോൾ മനസ്സിനെന്ത് കിട്ടുന്നു?
സ്വസ്ഥത കിട്ടുന്നു, വിശ്രാമം കിട്ടുന്നു, ആശ്വാസം കിട്ടും. നമ്മൾ കർത്താവിൽ മാത്രം എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. രക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്തേ? വിശ്വസിച്ചു. ബാക്കി എല്ലാ കാര്യത്തിനും രക്ഷ നമ്മൾ സംരക്ഷിച്ച് പിടിക്കുകയാണോ? അത് അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കാതെ, അത് ചെയ്യാതെ ഇത് ചെയ്യാതെ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ല. നമ്മൾ എന്തുകൊണ്ട് ആരാധിക്കാൻ വരുന്നേ? ഒറ്റ വാക്കിൽ ഇത് തന്നെ, വിശ്വാസം. വിശ്വസിച്ചു എന്ന കാരണത്താൽ കർത്താവുമായിട്ടുള്ള ഉഭയസമ്മതം നടന്നു. യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവിൽ എനിക്ക് എല്ലാമുണ്ട്, യേശു എനിക്ക് മതിയായവനാണ്. ഒരു സ്ത്രീയും പുരുഷനും ഭാര്യാഭർത്താക്കന്മാരായി തീർന്ന പോലെ ഭർത്താവ് പറയുന്ന അനുസരിക്കാൻ ഭാര്യയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം ആരവായിരുന്നു, പക്ഷെ ഇന്നെൻ്റെ പറഞ്ഞാട്ട് തോന്നുന്നില്ലേ? ആരാ? എൻ്റെ ഭർത്താവ്. എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും? അനുസരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെട്ട്, അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൽ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കർത്താവിൽ തന്നെ സമർപ്പിക്കുന്നത്. വിശ്വാസത്തിൽ നമുക്കെല്ലാം ലഭിച്ചു. വി ആർ മെയ്ഡ് പെർഫെക്റ്റ്. ഒന്നും ആഡ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അത് ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായതുപോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും പ്രവൃത്തികളിൽ നിന്ന് കർമ്മമില്ലാത്തൊരു മാർഗത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക്. അതിനെക്കുറിച്ച് വർണ്ണിച്ചാൽ നമ്മളങ്ങ് വാചാലനാവും. നമുക്ക് എത്ര ദിവസം പറഞ്ഞാലും തീരത്തില്ല. ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവന്നതിനാൽ നന്ദിയുള്ളവരായി ആത്മാർത്ഥമായി ഹൃദയംഗമായി കർത്താവിനെ ആരാധിച്ച് ഓരോ ദിവസവും ഹൃദയത്തിൽ ആ സ്വസ്ഥത, ആ വിശ്രാമം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.